കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ് ആര്? വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികൾ ജനിച്ച വർഷം 1809 മാർച്ച് 12. വൈകുണ്ഠസ്വാമികളുടെ ജന്മസ്ഥലം സ്വാമിത്തോപ്പ്. വൈകുണ്ഠസ്വാമികളുടെ ആദ്യ കാലനാമം മുടിച്ചൂടും പെരുമാൾ. വൈകുണ്ഠസ്വാമികൾ ജനിച്ച സമുദായം നാടാർ. ദക്ഷിണേന്ത്യയിലെ ആദ്യ തൊഴിലാളി സമരം സംഘടിപ്പിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ വൈകുണ്ഠസ്വാമികൾ. ശ്രീനാരായണ ഗുരുവിന് കണ്ണാടി പ്രതിഷ്ഠ എന്ന ആശയം നൽകിയത് വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച ക്ഷേത്രങ്ങൾ നിഴൽത്താങ്കൾ എന്നറിയപ്പെട്ടു. താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്കായി വൈകുണ്ഠസ്വാമികൾ ആരംഭിച്ച സ്കൂൾ നിശാപാഠശാല എന്നറിയപ്പെട്ടു. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച്ച ഭരണമെന്നും തിരുവിതാംകൂർ രാജഭരണത്തെ കരിനീച്ച ഭരണമെന്നും പരിഹസിച്ച നവോത്ഥാന നായകൻ വൈകുണ്ഠസ്വാമികൾ. ജന്മിമാരെയും രാജാധികാരത്തെയും തുറന്ന് എതിർത്ത ആദ്യ സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ. 1822 വൈകുണ്ഠസ്വാമികൾ പിന്തുണച്ച സാമൂഹിക പ്രക്ഷോഭമേത്? ചാന്നാർ ലഹള. ചാന്നാർ നാടാർ സ്ത്രീകൾക്ക് മാറുമറക്കുവാൻ വേണ്ടി വൈകുണ്ഠസ്വാമിയുടെ നേതൃത്വത്തിലുണ്ടായ സമരമാണ് ചാന്നാർ ലഹള അഥവാ മേൽമുണ്ട് സമരം. 1859 ജൂലൈ 26 ഉത്രം തിരുനാൾ മാർത്താണ്ഡ വർമ്മയാണ് ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറക്കുവാൻ അവകാശം നൽകിയത്. മതം മാറിവരുന്ന ക്രിസ്ത്യൻ ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള അവകാശം നൽകിയ തിരുവിതാംകൂർ ദിവാനാണ് കേണൽ മൺറോ. വൈകുണ്ഠസ്വാമികളെ അനുയായികൾ വിശേഷിപ്പിച്ചിരുന്നത് സമ്പൂർണ്ണ തേവനെന്നാണ്. 1833 വൈകുണ്ഠസ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം തിരുച്ചെന്തൂർ. പഞ്ചപാണ്ഡവന്മാർ, സീഡർമാർ എന്നീ പേരുകളിൽ ശിഷ്യഗണം ഉണ്ടായിരുന്ന നവോത്ഥാന നായകൻ വൈകുണ്ഠസ്വാമികൾ. ധർമ്മയുഗം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ വൈകുണ്ഠസ്വാമികൾ ആരംഭിച്ച ചിന്താപദ്ധതി അയ്യാവഴി. അയ്യാവഴി മതത്തിന്റെ ചിഹ്നം 1008 ഇതളുകൾ ഉള്ള തീജ്വാല വഹിക്കുന്ന താമരയാണ്. അയ്യാവഴി മതത്തിന്റെ ക്ഷേത്രങ്ങൾ പതികൾ എന്നറിയപ്പെട്ടു. അയ്യാവഴി മതത്തിന്റെ ആരാധനാലയമായ പതികളിലെ പ്രധാന പ്രതിഷ്ഠ കണ്ണാടിയാണ്. അയ്യാവഴി മതത്തിന്റെ പുണ്യസ്ഥലമാണ് ദച്ചനം തിരുച്ചെന്തൂർ. വൈകുണ്ഠ മല സ്ഥിതി ചെയ്യുന്നത് അത്തളവിള, കന്യാകുമാരി. ചിട്ടയായ ജീവിതരീതി ജനങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി വൈകുണ്ഠസ്വാമികൾ സംഘടിപ്പിച്ച ചടങ്ങ് തൂവയൽ പന്തികൂട്ടായ്മ. സമപന്തി ഭോജനം സംഘടിപ്പിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമികൾ. 1833 ശുചീന്ദ്രം രഥോത്സവ സമയത്ത് അവർണരമൊത്ത് തേര് വലിച്ച നവോത്ഥാന നായകൻ വൈകുണ്ഠസ്വാമി. കേരളത്തിലെ ആദ്യ സാമൂഹ്യ സംഘടനയായ സമത്വ സമാജത്തിന്റെ സ്ഥാപകൻ വൈകുണ്ഠസ്വാമി. 1836 സമത്വ സമാജം സ്ഥാപിച്ചത്. 1837 വൈകുണ്ഠസ്വാമികളെ ശിങ്കാരത്തോപ്പ് ജയിലിൽ അടച്ച തിരുവിതാംകൂർ ഭരണാധികാരി സ്വാതി തിരുനാൾ. സ്വാതി തിരുനാളിന്റെ ഗുരുവായിരുന്ന തൈക്കാട് അയ്യാഗുരുവിന്റെ നിർദ്ദേശപ്രകാരമാണ് സ്വാതി തിരുനാൾ വൈകുണ്ഠസ്വാമിയെ ജയിൽ മോചിതനാക്കിയത്. എല്ലാ ജാതിക്കാർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന മുന്തിരി കിണർ അഥവാ സ്വാമി കിണർ നിർമ്മിച്ച നവോത്ഥാന നായകൻ വൈകുണ്ഠസ്വാമി. വേല ചെയ്താൽ കൂലി കിട്ടണം, ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ദൈവം ഒന്ന്, ലോകം ഒന്ന്, മനുഷ്യന് എന്നീ വചനങ്ങൾ ആരുടേത്? വൈകുണ്ഠസ്വാമി. അവർണ വിഭാഗങ്ങളെ ഒരുമിപ്പിച്ചുകൊണ്ട് ക്ഷേത്രപ്രവേശനത്തിനുവേണ്ടി വൈകുണ്ഠസ്വാമികൾ നടത്തിയ സമരമാണ് അയിത്തോച്ചാടന പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ചത്. വൈകുണ്ഠസ്വാമിയുടെ പ്രധാന കൃതികൾ: അരുൾ നൂൽ, അമ്മാനി അരുളാൽ, അഖിലത്തിരുട്ട്.